നമസ്കാരം. തുടർച്ചയായ 4-ാം ദിവസം വിപണിയിൽ നഷ്ടം നേരിട്ടിരിക്കുകയാണ്. 2024 ഏറ്റവും വലിയ മൂന്നാമത്തെ പ്രതിദിന തിരിച്ചടിയാണിന്ന് വിപണിയിൽ കാണാനായത്. സെൻസെക്സും നിഫ്റ്റിയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ജൂൺ 4-നും എൻ ക്യാരി ട്രേഡ് അൺവൈൻഡ് ജപ്പാനിലെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് എൻ ക്യാരി ട്രേഡിൽ ഒരു അൺവൈൻഡിങ് നടന്നിട്ടുള്ള ഓഗസ്റ്റ് 5-നും ശേഷം വിപണിയിൽ നേരിടുന്ന ഏറ്റവും കനത്ത തിരിച്ചടിക്കുകയാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു അവലോകനം, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. നമുക്കറിയാം, പശ്ചിമേഷ്യയിലെ സംഘർഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതിനോടൊപ്പം തന്നെ F&Oയിൽ സെബി ഏർപ്പെടുത്തിയിട്ടുള്ള പുതിയ പരിഷ്കാരങ്ങളും റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സിനെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഘാതവും ഇന്നത്തെ ഈ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്. അതേപോലെ നോക്കുകയാണെങ്കിൽ ചൈന ഫാക്ടർ, നിലവിൽ ചൈനീസ് മാർക്കറ്റ് അവിടെ ക്ലോസിങ്ങിലാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും FISൻ്റെ ഒരു ആക്ഷൻസിൽ, അല്ലെങ്കിൽ FISൻ്റെ പ്രയോറിറ്റിയിൽ ഒരു മാറ്റം വരാമെന്നുള്ള നിഗമനങ്ങളും നമ്മുടെ വിപണിയെ ഇന്ന് ബാധിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട അതിനോടൊപ്പം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് റീസെൻ്റ്ലി നമുക്കറിയാം മാർക്കറ്റ് വളരെയധികം മുന്നേറിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് ട്രിഗർ ഇല്ലാത്തതിനാലും നെഗറ്റീവ് കുറച്ച് ഫാക്ടേഴ്സ് എമർജ് ചെയ്യുന്നതിനാലും ഉണ്ടായ പ്രോഫിറ്റ് ബുക്കിംഗ്. പ്രധാനമായിട്ട് ഈ 4 കാരണങ്ങളാണ് ഉള്ളത്. പക്ഷേ ഇതിൽ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റിലെ സെൻറ്റിമെൻറ്റ്സിനെ തന്നെ ഏറ്റവും പ്രതികൂലമായി സ്വാധീനിച്ചിട്ടുള്ള പശ്ചിമേഷ്യൻ സംഘർഷമാണ്, ഇസ്രായേൽ സംഘർഷമാണ്. ഇതിലെ വേഴ്സ്റ്റ് സിനാറിയോ എന്താണ്, അതായത് ഇനി ഇസ്രായേൽ ക്ലാഷിൽ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അതായത് ഇന്നത്തെ മാർക്കറ്റിൻ്റെ വിശകലനത്തിനൊപ്പം ഇസ്രായേൽ ക്ലാഷിൽ ഏറ്റവും വേഴ്സ്റ്റ് സിനാറിയോ എന്താണ്, ഇനി ഈ ക്ലാഷിൽ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്താണ്, അതിനോടൊപ്പം തന്നെ നാളെ, അതായത് ഒക്ടോബർ 4-ന് മാർക്കറ്റിലെ നീക്കങ്ങൾ എന്താവും, നിക്ഷേപകർ എന്ത് ചെയ്യണം, ഈ പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇന്നത്തെ തിരിച്ചടികളുടെ പ്രധാന കാരണമായി ഇസ്രായേൽ ക്ലാഷിൽ ഒരു വേഴ്സ്റ്റ് സിനാറിയോ. അപ്പോൾ പ്രധാനമായിട്ട് ഇനി ഇസ്രായേലിൻ്റെ റീറ്റാലിയേഷനാണ് മാർക്കറ്റ് ഉറ്റുനോക്കുന്നത്. ഇപ്പം സംഭവം അങ്ങോട്ട് ഇസ്രായേലിലേക്കുള്ള ആദ്യത്തെ ഒരു മാസീവായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്കിന് ശേഷം ഏപ്രിലും ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇസ്രായേലിൻ്റെ ഭാഗത്ത് വലിയ റീറ്റാലിയേഷൻ ഉണ്ടാകാത്തതുകൊണ്ട് തന്നെയാണ് അതിനൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് അവഗണിച്ചും മാർക്കറ്റ് മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതുവരെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇന്ന് ബെയ്റൂട്ടിൽ അറ്റാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇറാനോടുള്ള കാര്യത്തിൽ ഇതുവരെ അവർ തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ആ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഘടകം. അപ്പം 3 തരത്തിലുള്ള ഒരു തിരിച്ചടി, 4 തരത്തിലുള്ള ഇസ്രായേലിൻ്റെ ഭാഗത്ത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള തിരിച്ചടിയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അതിനോടുള്ള ഇറാൻ്റെ എന്താവും പ്രതികരണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം നിലവിൽ ഇസ്രായേൽ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ അറ്റാക്കോടുകൂടി തന്നെ ഇനി ഫർദർ ഒരു പ്രകോപനം ഉണ്ടാകുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി ഇസ്രായേലിന് 3 തരത്തിലാണ് പ്രധാനമായിട്ടും ഒരു തിരിച്ചടിക്കുള്ള വഴികളുള്ളത്. ഒന്ന്, ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിലുണ്ടായ അറ്റാക്കിന് ശേഷം ഇസ്രായേൽ പ്രതികരിച്ചിട്ടുള്ളത് അവർക്കെതിരെ നിൽക്കുന്ന പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ആ സംഘടനയെ നേതൃത്വം നൽകുന്നവരെ വകവരുത്തുന്ന രീതിയിലായിരുന്നു. നമ്മൾ ഹനിയുടെ കേസായാലും നസ്രയുടെ കേസിലായാലും കണ്ടതാണ്. അപ്പോൾ അതേ രീതിയിൽ ഇറാൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ആണോ അറ്റാക്ക് ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഒരു കൗണ്ടർ അറ്റാക്കാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിനെ ബാധിക്കും. പക്ഷേ ഒരു വേഴ്സ്റ്റ് സിനാറിയോയിലോട്ട് അത് പോകത്തില്ല. പിന്നെ രണ്ടാമതായിട്ടുള്ളതും ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്യുന്നുള്ളതാണ്. പ്രധാനമായിട്ടും അതിനാണ് ഒരു കോർ പോയിന്റ്. US ഇൻട്രസ്റ്റ് എടുക്കുന്നതും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതിലെന്തായാലും ഒരു അറ്റാക്ക് ഉണ്ടാകും. അതിൽ ഇച്ചിരിയും കൂടെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ് നമുക്ക് നോക്കുമ്പോൾ. പക്ഷേ അതിനെ ഇറാൻ ജനത എങ്ങനെ എടുക്കും? ഇപ്പം നിലവിൽ ഇറാൻ്റെ ഒരു ലീഡർഷിപ്പ്, അവിടുത്തെ ജനങ്ങൾ തമ്മിൽ ചെറിയ ഡിറ്റാച്ച്മെൻറ്റ് ഉള്ളതിൻ്റെ പല വാർത്തകൾ, റിബലിയൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ന്യൂക്ലിയർ ഫെസിലിറ്റിനെ അറ്റാക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവരുടെ കോർ അജണ്ട. അത് ഇച്ചിരി കൂടെ ഒരു ലെവൽ, ഒരു ഗ്രാവിറ്റി കൂടിയൊരു കൺസേൺ ആണ്. പക്ഷേ എന്നിരുന്നാലും വേഴ്സ്റ്റ് സിനാറിയോ ആവത്തില്ല. അപ്പം മൂന്നാമത്തെ ഇസ്രായേലിൻ്റെ റീറ്റാലിയേഷൻ നമ്മൾ പരിഗണിക്കുന്നത് അവർ ഇറാൻ്റെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ അറ്റാക്ക് ചെയ്യുന്നൊരു കേസിലാണ്. അപ്പോൾ ഇതിനെയാണ് ഒരു വേഴ്സ്റ്റ് സിനാറിയോ വരാവുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ വരുമാന മാർഗത്തെ അടയ്ക്കുന്ന രീതിയാണ്. നിലവിൽ ഗ്ലോബൽ ക്രൂഡ് ഓയിൽ മാർക്കറ്റിലേക്ക് ഇറാൻ നേരിട്ട് ആക്സസ് ഇല്ലെങ്കിൽ പോലും ഇറാനിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്നത് ചൈനയാണ്. അപ്പോൾ ചൈന ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ബയറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ്റെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ തരിപ്പണമായി കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഓൾട്ടർനേറ്റീവ് റിസോഴ്സുകളിലോട്ട് വരേണ്ടി വരും. നിലവിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്നുണ്ട്. ഇന്ത്യയെയും ചൈനയും പോലൊരു പൊട്ടൻഷ്യൽ ബയറിനെ കോപ്പപ്പ് ചെയ്യാൻ റഷ്യക്ക് നിലവിലത്തെ രീതിയിൽ കഴിയില്ല. അവർ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് അതിനെ സ്കെയിൽ ചെയ്യാൻ അവർക്ക് കഴിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കൺവെൻഷണൽ ആയിട്ടുള്ള അതിൽ ഒപെക് ഇതിലോട്ട് തന്നെ എത്തേണ്ടി വരും. അങ്ങനെ ഒരു
സിനാറിയോയിൽ സ്വാഭാവികമായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടും എന്നുള്ളത് നമുക്കറിയാം. 84-90 വരെയുള്ള ഒരു ക്രൂഡ് ഓയിൽ പ്രൈസിന് ഒരു പരിധിവരെ ഇന്ത്യൻ എക്കണോമിക്ക് നിലവിലത്തെ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയും. നമ്മൾ കംഫർട്ടബിളാണ് നിൽക്കുന്നത്. ഇപ്പം മുന്നത്തെ അതായത് ഉക്രൈൻ റഷ്യയൊക്കെ വന്നിട്ടുള്ള സമയത്തെക്കാട്ടി ജിയോ പൊളിറ്റിക്കൽ ഇടയ്ക്കുള്ള ക്ലാഷുകൾ ഉണ്ടായിട്ടുള്ളതിനെക്കാട്ടും കഴിഞ്ഞ ഒക്ടോബറിനെ വെച്ച് കമ്പയർ ഒക്കെ ചെയ്യുമ്പോൾ ഇന്ത്യൻ എക്കണോമി മച്ച് ബെറ്റർ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ളൊരു ഇതിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 84-90 വരെ ഉള്ള ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ ഒരു ജമ്പിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷെ അത് നമുക്ക് നെഗറ്റീവ് തന്നെയാണ്. അതിന് മുകളിലോട്ട് പോകുന്ന ഏതൊരിതിലും ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ ബാധിക്കും, ഇൻഫ്ലേഷൻ്റെ ഒരു പ്രഷർ വരും. ഇപ്പം നമുക്കറിയാം കഴിഞ്ഞൊരു വളരെയേറെ കാലമായിട്ട് ഉയർന്ന നിലവാരത്തിലാണ് പലിശ നിരക്കിൽ റിപ്പോ റേറ്റ് നിൽക്കുന്നത്. അപ്പോൾ അത് കുറയ്ക്കാനുള്ളൊരു ഘട്ടം എത്തി നിൽക്കുക, വീണ്ടും ഇൻഫ്ലേഷൻ കൂടുന്നത് തീർച്ചയായിട്ടും ഒരു ശുഭകരമായ ഒരു കാര്യമല്ല. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിന് ഒരു തടസ്സമായി വരും. അത്രയേറെ കാലം ഇൻട്രസ്റ്റ് റേറ്റ് ഉയർന്നു നിൽക്കുന്ന എക്കണോമിയുടെ ഗ്രോത്തിനെ ബാധിക്കും. അപ്പം നിലവിൽ നമുക്കറിയാം ലാർജർ എക്കണോമീസിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഏറ്റവും ഹൈ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്ന ഒരു എക്കണോമിയാണ് നമ്മുടേത്. അപ്പം ഈ ഇൻഫ്ലേഷൻ അത് ക്രൂഡ് ഓയിൽ പ്രൈസ് വളരെയധികം കൈവിട്ട് പോയി ഉയർന്നു. ഇതിനോട് തന്നെ വേഴ്സ് സിനാറിയോ എന്ന് പറഞ്ഞാൽ ഓയിൽ എനർജി ഇൻഫ്രാസ്ട്രക്ചർ അറ്റാക്ക് ചെയ്തത് മാത്രമല്ല, ഇതിന് റീറ്റാലിയേഷനായിട്ട് ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ ഒരു പ്രതിരോധ ബ്ലോക്കേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനാറിയൊക്കെ ഏറ്റവും വേഴ്സനാവും. അപ്പം പിന്നെ കാര്യങ്ങൾ എങ്ങോട്ട് പോകുന്ന നമുക്ക് പറയാൻ കഴിയില്ല. നിലവിലത്തെ രീതിയിൽ അതിനുള്ളൊരു സാധ്യത വളരെ കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. ഇസ്രായേൽ എന്തായാലും ആദ്യത്തെ 2 ഓപ്ഷൻസിൻ്റെ പുറകെ ആയിരിക്കും പോവുക. ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറിലോട് അവരെന്തായാലും ഒരു അറ്റാക്ക് നടത്തത്തില്ല നമുക്ക് കരുതാം. ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു, അവരുടെ റീറ്റൈലേഷൻ്റെ ഹോർമസ് റൈറ്റ്സിൽ ബ്ലോക്ക് ചെയ്യുകയോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര രീതിയിൽ ബാധിക്കും. എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇൻഫ്ലേഷൻ പ്രഷർ കൂടും, എക്സ്പോർട്ടിങ് ഇതിനെല്ലാം തടസ്സപ്പെടും, ഇമ്പോർട്ടിങ്ങിനൊക്കെ തടസ്സപ്പെടും. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിൽ ഭയങ്കര പ്രഷർ വരും ഈ കമ്മോഡിറ്റിയുടെ വില കൂടുന്നതിനാൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫിസിക്കൽ ഡെഫിസിറ്റിനെ ബാധിക്കും എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്ങിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ എക്കണോമിയെ ചലിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ക്യാപെക്സിലെ സ്പെൻഡിങ് ആണ്. അപ്പോൾ അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന നമ്മുടെ ഗ്രോത്തിനെ ബാധിക്കും. സ്വാഭാവികമായിട്ട് അതൊക്കെ മാർക്കറ്റിലേക്ക് വലിയ രീതിയിൽ കറക്ഷനിലോട്ട് പോകുന്നതാണ്. പക്ഷേ നിലവിൽ അതിനുള്ളൊരു സാധ്യത ലോ ആണെന്ന് മാത്രമാണ് നമുക്ക് കരുതാനാവുക. നിലവിൽ അത്തരത്തിലൂടെ എസ്കലേറ്റ് ചെയ്തതിലും പ്രതീക്ഷിക്കാം. ഇതാണ് വേഴ്സസ് സിനാറിയോ. അപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനുള്ള ഒരു അറ്റാക്കിലൂടെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിലുള്ള അറ്റാക്കിലോട്ടാണ് ഇസ്രായേൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ കഴിഞ്ഞ ഏപ്രിലിന് ശേഷമുള്ളൊരു പാറ്റേൺ വെച്ച് നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. എങ്കിൽ ഒരു ചെറിയ സെല്ലിംഗ് പ്രഷറൊക്കെ നിയർ ടൈമിലേക്ക് ഉണ്ടാവുമെങ്കിൽ പോലും ഒരു വേഴ്സ് സിനാറിയോ അല്ല. മാർക്കറ്റ് എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു സപ്പോർട്ട് കണ്ടെത്തി തിരിച്ചുള്ള ശ്രമം നടത്തുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതാണ് ഇതിനെപ്പറ്റി ആദ്യം സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇന്ന് നമുക്ക് വിപണിയുടെ ഇന്നത്തെ ഒരു അവലോകനം നോക്കുകയാണെങ്കിൽ വിപണിയിൽ തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് നഷ്ടം നേരിട്ടതെന്ന് സൂചിപ്പിച്ചു. ഇന്ന് പ്രധാനപ്പെട്ട ഇൻഡീസസുകളിൽ 2% നഷ്ടം നേരിട്ടിട്ടുണ്ട്. അത് സെൻസെക്സ് ആയാലും നിഫ്റ്റി ആയാലും. നിഫ്റ്റി 550 പോയിൻറ്റും സെൻസെക്സ് 1800 പോയിൻറ്റ് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. 2024 ഏറ്റവും വലിയ 3ാമത്തെ സിംഗിൾ ഡേ ലോസ് ആണെന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജൂൺ 4-ന് ഓഗസ്റ്റ് 5-ന് ശേഷം. അതുപോലെ തന്നെ സെൻസെക്സിന് 1000 പോയിൻ്റധികം താഴെ നഷ്ടത്തിൽ ക്ലോസ് ചെയ്യുന്ന 7ാമത്തെ തവണയുമാണ്. ഇന്നത്തെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അവരൊരു നിക്ഷേപ മൂല്യത്തിൽ 10 ലക്ഷത്തിൻ്റെ ഒരു നഷ്ടം അല്ലെങ്കിൽ കുറവുണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,250-ലാണ്. അതുപോലെ സെൻസെക്സ് 82,500-ലാണ്. വിക്സ് അതായത് ഫിയർ ഗേജ് ആയിട്ടുള്ള, അതായത് മാർക്കറ്റിലെ അൺസർട്ടനിറ്റിയുടെ ഒരു ഗേജായിട്ട് കണക്കാക്കുന്ന ഇന്ത്യ വിക്സ് 14% ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. 13.7-ലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു മാർക്കറ്റ് ആങ്സൈറ്റി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഫിനാൻഷ്യൽ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡെയിലി ചാർട്ടിലൊരു ബെയറിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി പ്രധാനപ്പെട്ട 20-ഡേ മൂവിങ് അവരെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതൊരു സൈൻ ഓഫ് വീക്ക്നെസ് തന്നെയാണ്. മൊമെൻറ്റം ഇൻഡിക്കേറ്റർ അതായത് RSIയുടെ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ക്രോസ് ഓവർ കാണാം. അതുപോലെ തന്നെ RSIയുടെ ഒരു റൈസിങ് ട്രെൻഡ് ലൈനെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതും ഒരു സെൽ സിഗ്നൽ നൽകുന്നൊരു ഘടകമാണ്. അതായത് ബോത്ത് പ്രൈസിൻ്റെ മൊമെൻറ്റം നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു വീക്ക്നെസ് ആണെന്നുള്ളതാണ് സൂചിപ്പിച്ചേക്കുന്നത്. അല്ലെങ്കിൽ വീക്ക്നെസ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്നുള്ളത് നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,250, അതായത് ഒരു 40 DMA എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ സമീപത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഇനി നിഫ്റ്റിയുടെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഉള്ളത് 25,200, 25,200, 25,225 റേഞ്ചിലാണ് ഒരാഴ്ച സപ്പോർട്ട്. അത് ഇപ്പോൾ ക്ലോസ് ചെയ്തതിന് തൊട്ടടുത്ത് തന്നെ
അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,000-25,050 ആ ഒരു സോണിലായിരിക്കും ഒരു സപ്പോർട്ടുള്ളത്. ഇവിടുന്ന് ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്, സപ്പോർട്ട് എടുക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇവിടെ തകർന്നാൽ ഡെഫിനറ്റ്ലി 24,800 വരും. 24,800 ഒരു ശക്തമായിട്ടുള്ള സപ്പോർട്ട്. ഇപ്പോഴത്തുള്ള തിരിച്ചടികളൊക്കെ അവിടുന്ന് ആദ്യം ഒരു സപ്പോർട്ട് എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ തകർന്നാൽ ഒരു ഹെവി സെല്ലിങ്ങിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. റീട്രേസ്മെൻറ്റ് ഏരിയ കൂടി, നേരത്തെ റാലിയുടെ റീട്രേസ്മെൻറ്റ് ഏരിയ കൂടിയാണ്. അപ്പോൾ അവിടെ ബ്രേക്ക് ചെയ്താൽ പൊസിഷനിലായിട്ടുള്ള ലോങ് പൊസിഷനിലൊക്കെ കൂടുതൽ എക്സിറ്റ് ചെയ്യുന്ന ഒരു ഇത് വരും. അങ്ങനെ കൂടുതൽ സെല്ലിംഗ് പ്രഷർ വരാം. ഇനി ഒരു നിയർ ടൈം നമ്മളൊരു റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 25,475, 500 നിലവാരങ്ങളിലാണ് ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഉള്ളത്. അതിന് മുകളിൽ 25,650, 25,700 നിലവാരങ്ങളിലാണ് റെസിസ്റ്റൻസ് ഉള്ളതെന്ന് കാണാം. ഇനി നാളെ ഒക്ടോബർ 4 എന്ത് സംഭവിക്കുമെന്ന് നോക്കിയാൽ നമുക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സ്, പ്രൈസ് ആൻഡ് മൊമെൻ്റ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോൾ നെഗറ്റീവ് തന്നെ കാണിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ 2 ദിവസത്തെ മൺഡേയിലെയും ഇന്നത്തെ ഒരു വലിയ തിരിച്ചടികൾക്ക് ശേഷം നോക്കുമ്പോൾ ഒരു സ്ലൈറ്റ്ലി ഒരു വെരി ഷോർട്ട് ടൈം ചാർട്ടുകൾ നോക്കുമ്പോൾ നമുക്കൊരു ഓവർസോൾഡാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് അതൊരു മൈനർ പുൾ ബാക്കിനുള്ള, അതായത് സപ്പോർട്ട് ലെവലിൽ ഒരു മൈനർ പുൾ ബാക്കിനുള്ള ഒരു സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഡെഡ് ക്യാറ്റ് ബൗൺസ് എന്നൊക്കെ പറയാം. അതായത് ഇപ്പോഴത്തെ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന നിലവാരങ്ങളിൽ നിന്ന് 25,250 നിലവാരങ്ങളിൽ നിന്ന് ഒന്നിലത് കിട്ടണം. അതായത് US മാർക്കറ്റൊക്കെ പോസിറ്റീവ് നമ്മുടെ ഡാറ്റ വരാറുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ഫ്ലാറ്റോ ഇതായിട്ടുള്ള ഒരു പോസിറ്റീവ് ക്ലോസിങ് കിട്ടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലോസിംഗ് ലെവലിൽ നാളെ ഒരു ചെറിയൊരു പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ 25,000 നിലവാരങ്ങളിൽ നിന്നായിരിക്കണം ആ ഒരു പുൾ ബാക്ക് ഉണ്ടാകാൻ സാധ്യത. ഈ ഷോർട്ട് ടൈം ചാർട്ടുകളിൽ ഒരു ഓവർസോൾഡ് ഇത് കാണിക്കുന്നതിൻ്റെ പേര് പറഞ്ഞാണ്. പക്ഷേ എന്നിരുന്നാലും ഇതിലൊരു വളരെ ഷോർട്ട് ലീവ്ഡ് മാത്രമായിരിക്കും ഒരു പുൾ ബാക്ക് കിട്ടിയാലും. അപ്പം നമുക്കത് വീക്ക്ലി രീതിയിൽ പറയുകയാണെങ്കിൽ 25,500 താഴെയാണ് നാളത്തെ ക്ലോസിംഗ് എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ അതായത് 250-300 എങ്കിലും താഴെയാണ് നാളത്തെ ക്ലോസിങ്ങിലാണ് നമുക്ക് കൂടുതൽ ഇത് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ 24,800 ടെസ്റ്റ് ചെയ്യപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ക്ലോസിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് സൂചിപ്പിച്ചു വെക്കുന്നത്. അപ്പോൾ നിക്ഷേപകർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ജാഗ്രത പാലിച്ചേ മതിയാകൂ. തുടക്കക്കാർ തൽക്കാലം പുതിയ ഇതിലോട്ടൊന്നും പോകാതെ, ട്രെയിനിലോട്ട് അധികം പോകാതെ മാറി നിൽക്കുക. ഒരു ഫ്രഷ് പൊസിഷൻ അല്ലെങ്കിൽ ഫ്രഷ് ഒരു ബൈ ഇപ്പോൾ നമുക്ക് അത്ര അഡ്വൈസബിൾ അല്ല. വെള്ളിയാഴ്ച ക്ലോസിംഗ് കൂടെ അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇതിൽ ചുരുക്കി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എൻ്റെ ടൈം ഒരു സെല്ലിങ് അല്ലെങ്കിൽ നെഗറ്റീവ് തന്നെയാണ് കാണുന്നത്. വളരെ കോഷ്യസ് ഉള്ള അപ്രോച്ച് എടുക്കണം. ഫ്രഷ് തുടക്കക്കാരൊക്കെ സംബന്ധിച്ച് അത്ര എക്സ്പീരിയൻസ് അല്ലാത്ത ട്രേഡർമാരായാലും ഇവർ ഇൻവെസ്റ്റേഴ്സിൽ മാറി നിൽക്കുക, അവർ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യുക. സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ കഴിയത്തില്ല. സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് അതിനെപ്പറ്റി നോക്കുക. ഫ്രഷ് പൊസിഷൻ പുതിയതായിട്ട് ഇപ്പോൾ ഒരു ബൈ ചെയ്യുന്നതിനെപ്പറ്റി അഡ്വൈസബിൾ അല്ല. നാളത്തെ ക്ലോസ് അറിയിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ചുരുക്കി പറയാനുള്ളത്. അപ്പം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല, പക്ഷേ ഒരു അക്കാഡമിക് പർപ്പസിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം. തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഇത്രയും വലിയ സംഭവം നടന്നതിൻ്റെ പുറത്ത് നമ്മൾ അതിനെപ്പറ്റി ഒരു അനാലിസിസ് നടത്തുന്നതാണ്. അപ്പം ഇത്രയോടെ സൂചിപ്പിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.